രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്തെഴുതി ആം ആദ്മി പാർട്ടി. പാർട്ടിയുടെ അംഗസംഖ്യ മാറ്റം വരുത്തിയതിൽ വിശദീകരണം തേടി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ തുടങ്ങിയവ നൽകണമെന്ന് സഞ്ജയ് സിംഗ് MP. കൂടുതൽ വിവരങ്ങൾ പി ബസന്ത് നൽകും. ബസന്ത്, BJPയുടെ ഓപ്പറേഷൻ ആപ്പിനു പിന്നാലെ തിരക്കിട്ട നീക്കങ്ങളാണ് ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നത്. കത്തിന്റെ ഉള്ളടക്കം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് ആണ് സെക്രട്ടറി ജനറലിനെ കത്തയച്ചിരിക്കുന്നത്. അതായത് ഈ തീരുമാനത്തിലേക്ക്, അതായത് AAPയുടെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളുടെ എണ്ണം 3 ചുരുക്കിക്കൊണ്ടുള്ള ആ തീരുമാനം എടുക്കാനുണ്ടായ കാരണങ്ങൾ, അതിന്റെ സാഹചര്യങ്ങളെല്ലാം വ്യക്തമായിക്കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ചോദിച്ചിരിക്കുന്നത്. തങ്ങളുടെ തലയെണ്ണം കുറച്ചതിനെ അതിനെ അപകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാവിലെയാണ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി BJP അംഗങ്ങളുടെ പട്ടിക പുതുക്കിയത്. അതിൽ 113 പേര് ഇപ്പോൾ BJP ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഉറുമാറിയ 7 MP കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് ഇപ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിർണായക ബില്ലുകൾ പാസാക്കുന്ന ഒരു സാഹചര്യത്തിൽ NDAക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇപ്പോൾ രാജ്യസഭയിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തതിന്റെ രേഖകളും മറ്റും ചോദിച്ചിരിക്കും. ശരി, ആം ആദ്മി പാർട്ടിയുടെ 7 MPമാർ BJPയിലേക്ക് പോയതിന് പിന്നാലെ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കത്ത് നൽകിയിരിക്കുകയാണ്. പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.